ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നിങ്ങൾ ടൈറ്റിൽ വായിച്ച പോലെ നമ്മൾ ഹോണ്ട ആക്ടിവയുടെ ബെൽറ്റും വേരിയേറ്റർ ബുഷും ക്ലച്ചും ക്ലീൻ ചെയ്തിടാൻ പോവുകയാണ്. സോ ഓൾറെഡി ഞാൻ കവർ അഴിച്ച് വെച്ചായിരുന്നു. അതായത് ഈ ബെൽറ്റ് ഡ്രൈവ്, ഈ വേരിയേറ്ററും ഈ ക്ലച്ചും വരുന്ന ഏരിയയുടെ കവർ, അത് 8mm സ്ക്രൂ കൊണ്ടാണ് ടൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ സ്ക്രൂ എല്ലാം അഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലച്ച് ഈസി ആയിട്ട് പുറത്തെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ബെൻഡെക്സിൻ്റെ കവർ ഇരിപ്പുണ്ട്. ആ ബെൻഡെക്സിൻ്റെ കവറും ബെൻഡെക്സും പതുക്കെ ഇങ്ങ് ഊരിയെടുക്കുക. പതുക്കെ ഇങ്ങ് ഊരിയെടുക്കുക. ഈ ബെൻഡെക്സും നമ്മൾ ക്ലീൻ ചെയ്ത് അത് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് വേരിയേറ്റർ, ബെൽറ്റ്, ഇത് ക്ലച്ച്. ഇവിടെ 14ൻ്റെ നെട്ടും ഇവിടെ 15ൻ്റെ നെട്ടുമാണ്. ഇത് ആക്റ്റീവ 3G 4G 5G അങ്ങനെയുള്ള മോഡലിൽ വേരി ചെയ്ത് വരും. 22, 19, 17 അങ്ങനെയൊക്കെ വരാറുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ജെൻ ആക്റ്റീവയാണ്. കണ്ടല്ലോ, ഫസ്റ്റ് ജെൻ 2005 മോഡൽ ആക്റ്റീവയാണ്. ഈ ക്ലച്ച് ഇളക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ബാക്ക് ബ്രേക്ക് പിടിച്ചിട്ട് ബാക്ക് വീല് ലോക്ക് ചെയ്ത് ഈ നെട്ട് ഇളക്കാം. ഇപ്പോൾ ഈ വണ്ടിയുടെ കേസിൽ ബാക്ക് വീലിലെ ബ്രേക്ക് ഷൂ വോൺ ഔട്ടായിട്ട് ബ്രേക്ക് കുറവാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഇളക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ മാഗ്നറ്റ് പുള്ളർ ഉപയോഗിച്ച് ഇത് ലോക്ക് ചെയ്ത് വെച്ചിട്ട് ഇത് ഇളക്കാൻ പോവുകയാണ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ പുള്ളർ വെച്ചിട്ട് ഈ 14ൻ്റെ നെട്ട് ലൂസാക്കിയല്ലോ. ഇനി പതുക്കെ ഇതങ്ങ് ഊരിയെടുക്കുക. എന്നിട്ട് ഈ ബെൽറ്റിൻ്റെ ഒരു പ്ലേറ്റിൽ പിടിച്ചിട്ട് അത് കംപ്രസ് ചെയ്തിട്ട് പതുക്കെ വലിച്ചെടുക്കുക. പുറത്തെടുത്ത് കഴിയുമ്പോൾ ക്ലച്ച് അസംബ്ലി പുറത്ത് വരും. എന്നിട്ട് ബെൽറ്റ് നമുക്കിങ്ങനെ എടുത്തങ്ങ് റിലീസ് ചെയ്യാം. ഇതാ ക്ലച്ച്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, ഇതിൻ്റെ ക്ലച്ച് കംപ്ലീറ്റ് ഓൺ ഔട്ടായിട്ട് പോയിട്ടുണ്ട്. കണ്ടാ, ഇനിയിപ്പോൾ നമുക്ക് ക്ലച്ച് മാറേണ്ടി വരും. ഓക്കെ, സോ ഇതിനെ ഇങ്ങോട്ട് വയ്ക്കാം. ഇനി നമുക്ക് ഇളക്കമുള്ള വേരിയേറ്ററാണ്. അപ്പോൾ വേരിയേറ്റർ ഇളക്കാൻ വേണ്ടിയിട്ട് പ്ലഗിൻ്റെ സ്പാനർ അത് ഇതാ ഇവിടെ ഇങ്ങനെ ഈ വേരിയേറ്ററിൻ്റെ ഫാനിൻ്റെ ഇതിൽ ലോക്ക് ചെയ്ത് വെക്കുക. അപ്പം അത് ലോക്കാവും, പിന്നെ വേരിയേറ്റർ കറങ്ങത്തില്ല. അതിൻ്റെ നെട്ട് 17ൻ്റെ നെട്ട് പതുക്കെ ഊരി എടുക്കുക. ഇവിടെ ഈ ഇതിട്ട് നമ്മൾ ഈ സപ്പോർട്ട് കൊടുത്ത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വേരിയേറ്റർ കറങ്ങത്തില്ല. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് നെട്ട് ഊരി എടുക്കാൻ പറ്റും. പിന്നെ സ്റ്റിക്കറിൻ്റെ റാച്ചറ്റ് മെക്കാനിസത്തിൻ്റെ പല്ല്, ആ ഒരു വാഷറും ഊരിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഫാൻ ഊരിയെടുക്കാം. കംപ്ലീറ്റ് റെസ്റ്റ് എടുത്തിരിക്കുവാണ്. നമുക്ക് വേരിയേറ്റർ എങ്ങനെയാണെന്ന് നോക്കാം. ഇതാ ബെൽറ്റ് ഉണ്ടല്ലോ. ഈ ബെൽറ്റിൻ്റെ ഹെൽത്ത് എങ്ങനെ നോക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പം കണ്ടില്ലേ, ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വലത്ത് നോക്കുമ്പം കാണാം. പൊട്ടൽ കണ്ട, ക്രാക്കാവുന്ന കണ്ട. അപ്പോൾ ഇങ്ങനെ നമുക്ക് ബെൽറ്റിൻ്റെ ഹെൽത്ത് നോക്കാം. ഇങ്ങനെ ക്രാക്കാവുന്ന ഹാർഡനായിട്ടുള്ള ബെൽറ്റ് നമ്മൾ മാറിയില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ, ഓവർ ടൈം ഇത് വെച്ചിട്ട് ഓടിക്കഴിയുമ്പോൾ ബെൽറ്റ് പൊട്ടാനുള്ള ചാൻസും നിങ്ങൾ വഴിയിലാവാനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള ഇൻ്റർവെല്ലിൽ ഈ ബെൽറ്റ് അങ്ങ് മാറുന്ന നല്ലതായിരിക്കും. എനിക്ക് തോന്നുന്നു അറൗണ്ട് 15,000 20,000 കിലോമീറ്റേഴ്സ് ആകുമ്പം നിങ്ങളെ ബെൽറ്റ് മാറുക. 400 രൂപയും കണ്ടേ വരത്തുള്ളൂ ഈ ബെൽറ്റ്. ഇതാണ് വേരിയേറ്റർ അസംബ്ലി. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ഈ വേരിയേറ്റർ ലൂസാണ്. സൗണ്ട് കണ്ടല്ലോ. ഇപ്പം നിങ്ങൾ ആക്റ്റീവയിലും ഇങ്ങനെയുള്ള സൗണ്ട്, ഈ ഒരു കിലുക്കം പോലത്തെ സൗണ്ട് ഐഡിയലിങ് നമ്മൾ സ്റ്റാർട്ടാക്കി സ്ലോ സ്പീഡ് നിൽക്കുമ്പോൾ ഇങ്ങനെ ഈ കിലുങ്ങുന്ന സൗണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ വേരിയേറ്റർ പ്ലേറ്റും ഈ ബുഷും തേയ്മാനം സംഭവിച്ചിട്ടുണ്ടാവും. കണ്ടോ, ഇതാണ് വേരിയേറ്ററിൻ്റെ സാധനം. ഇതെല്ലാം പൊട്ടി കിടക്കുവാണ്. ഇത് നോക്കി, കംപ്ലീറ്റ് ആയിട്ട് പൊട്ടി. എല്ലാം മോണോട്ടായിട്ട് റോളറൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തേഞ്ഞു പോയായിരുന്നു. ഇനി നമുക്കിതെല്ലാം മൊത്തത്തിൽ മാറ്റേണ്ടി വരും. കണ്ട, പൊട്ടിപ്പോയി. സോ ഇനി മാറുമ്പം റോളറും വേരിയേറ്റർ പ്ലേറ്റും ഈ കോളറും മാറണം. കണ്ട, ഈ കോളറൊക്കെ തേഞ്ഞിരിക്കുവാണ്. അപ്പം ഇതിൻ്റെ അകത്ത് ഈ പ്ലേ ഉണ്ടെങ്കിൽ നമ്മളെ സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് ഐഡലിങ്ങിൽ നിർത്തുമ്പോൾ ഒരു കിലുക്കുന്ന ഒരു സൗണ്ട് കേൾക്കും. അപ്പോൾ ഈ സെറ്റ്, പ്ലേറ്റ്, വേരിയേറ്റർ റോളർ ഇതെല്ലാം മാറി, ക്ലച്ചും മാറി നമ്മളിടുന്നതായിരിക്കും. നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് വരുന്നതെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ് ടു മൈ ചാനൽ ഗൈസ്. ഇങ്ങനെയുള്ള കണ്ടൻറ്റ് വർക്ക് ചെയ്യുന്ന ഇടയ്ക്ക് ഷൂട്ട് ചെയ്യുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. സോ
നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇൻഫോർമേറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ. ഇതാണ് ബെൻഡെക്സ്. ഇതുവഴിയാണ് സ്റ്റാർട്ടാവുന്ന വണ്ടി. നിങ്ങൾ സെൽഫ് സ്റ്റാർട്ട് അമർത്തുമ്പം മോട്ടർ ഇതിനെ കറക്കുമ്പം ഇത് കറങ്ങി ഫ്രണ്ടിലോട്ട് വന്നിട്ട് വേരിയേറ്ററിനെ കറക്കിയാണ് വണ്ടി സ്റ്റാർട്ടാക്കുന്നത്. അപ്പോൾ ഇതാണ് ബെൻഡെക്സ്. ഇത് കുഴപ്പമില്ല, നല്ല ഹെൽത്തിലാണ്, വലിയ ഇഷ്യൂ ഒന്നുമില്ല. കണ്ടിട്ട് പല്ലൊക്കെ കറക്റ്റായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് കുഴപ്പമില്ല, ഇറ്റ്സ് ഗുഡ്. ഗൈസ്, നമുക്ക് ഇനി ഈ എഞ്ചിൻ്റെ ഇൻറ്റേർണൽസൊക്കെ നല്ലവണ്ണം ക്ലീൻ ചെയ്യണം. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, വേരിയേറ്റർ ബെൽറ്റിൻ്റെയും മറ്റും പൊടികളൊക്കെ ഇവിടെ വന്ന് തങ്ങി കിടപ്പുണ്ട്. കംപ്ലീറ്റായിട്ട് വൃത്തികേടായിട്ട് കിടക്കുവാണ്. അപ്പോൾ ഇത് നമ്മൾ പെട്രോൾ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യില്ല. കാരണം ഇവിടെയും അപ്പുറത്തും ക്രാങ്കിൻ്റെ അവിടെയും ഓയിൽ സീലൊക്കെ വരുന്നുണ്ട്, റബ്ബർ ഓയിൽ സീൽ വരുന്നുണ്ട്. അപ്പം ഈ റബ്ബർ ഓയിൽ സീലിൽ നമ്മൾ പെട്രോൾ തേച്ച് കഴിഞ്ഞാൽ അത് കേടാവും. അതുകൊണ്ട് ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ പറഞ്ഞ പോലെ കെറോസിനോ ഡീസലോ യൂസ് ചെയ്ത് ഈ പാർട്സും നമ്മുടെ എഞ്ചിനിൽ നിന്ന് ഊരിയ പാർട്സും ഇതൊക്കെ കണ്ടില്ലേ, നല്ലവണ്ണം തുരുമ്പെടുത്തിരിപ്പുണ്ട്. ഇതൊക്കെ നല്ലവണ്ണം ക്ലീൻ ചെയ്തിട്ട് തിരിച്ച് ഇൻസ്റ്റോൾ ചെയ്യാം. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ഈ ഏരിയ ഓൾമോസ്റ്റ് ക്ലീൻ ആക്കി ഡീസൽ വെച്ചിട്ട് നല്ലവണ്ണം ക്ലീൻ ചെയ്തിട്ട് നമ്മൾ പുതിയ എൻജിൻ പാർട്സ് അല്ലെങ്കിൽ പുതിയ പാർട്സ് ഇൻസ്റ്റാൾ ചെയ്യാവും. ഇപ്പോൾ നമ്മൾ എന്ത് വർക്ക് ചെയ്താലും അത് വൃത്തിയായിട്ട് ചെയ്യണം. സോ നമ്മൾ എൻജിൻ പാർട്സ്, ക്ലച്ചും വേരിയേറ്റർ പ്ലേറ്റും സ്റ്റാർട്ടറും ബെൻഡെക്സും എല്ലാം നല്ലോണം ക്ലീൻ ചെയ്തു. ഇനി നമുക്ക് നേരെ ഫിറ്റ് ചെയ്യാം. ഇതാണ് പുതിയ പാർട്സ്, പുതിയ റോളർ. ഇതിന് വന്നിട്ട് 178 രൂപ. പുതിയ പ്ലേറ്റ് 415 രൂപ. പിന്നെ അതിൻ്റെ അകത്ത് ബുഷും ഉണ്ട്. പിന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ ബെൽറ്റ്, ബെൻഡോയുടെ ബെൽറ്റാണ് 325 രൂപ. പിന്നെ നമ്മുടെ ബുഷ്, ബുഷ്, അതിന് 49 രൂപ. നമ്മുടെ പഴയ സീന എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ ഈ കാണുന്ന പോലെ നമ്മുടെ പഴയ ക്ലച്ച് അസംബ്ലി കംപ്ലീറ്റ് പോയായിരുന്നു. കംപ്ലീറ്റ് തുരുമ്പെടുത്ത് സ്പ്രിങ്ങൊക്കെ പൊട്ടിപ്പോയി കണ്ടോ. അപ്പം നമുക്ക് ആ പുതിയ ക്ലച്ച് അസംബ്ലി തന്നെ സെറ്റ് ചെയ്യേണ്ടി വന്നു. ഇത് പഴയ ക്ലച്ച് ഷൂ. ഈ കാണുന്നതാണ് പുതിയ ക്ലച്ച് അസംബ്ലി. പുതിയ ഷൂ ഇട്ടിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം എടുത്ത് നമുക്ക് ഫിറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് ഇടാനുള്ള ഈ കാണുന്ന ഇതൊക്കെ നല്ലവണ്ണം ലൂബ് ചെയ്ത് കൊടുക്കാം. ഗ്രീസ് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ലൂബ് ചെയ്താൽ മതി. കാരണം ഈ ഷാഫ്റ്റിലാണ് ഇത് നിന്ന് കറങ്ങുന്നത്. അധികം ഗ്രീസ് വേണ്ട, ചെറുതായിട്ടൊന്ന് ലൂബ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മുടെ ക്ലച്ച് ഷൂ ഇല്ലേ, ക്ലച്ചിൻ്റെ ഉള്ളിലൊരു നീഡിൽ ബെയറിങ് വരും. ഇവിടെ കണ്ടോ, ആ നീഡിൽ ബെയറിങ്ങിലും കുറച്ച് ഗ്രീസ്, അധികം വേണ്ട, കുറച്ച് മതി. ആദ്യം നമുക്ക് വേരിയേറ്റർ സെറ്റ് ചെയ്യാം. അതാണ് പുതിയ വേരിയേറ്ററിൻ്റെ പ്ലേറ്റ് ഉണ്ടല്ലോ. നമ്മളിത് ഹീറോയുടെയാണ് മേടിച്ചത്. കുറച്ച് വില കുറവാണ് ഹീറോയുടെ, എന്നാലും ക്വാളിറ്റിക്ക് ഒരു കുഴപ്പമില്ല. ഹോണ്ടയുടെ പാർട്സ് വില കൂടുതലാണ്. ഈ കാണുന്ന വേരിയേറ്റർ പ്ലേറ്റിലോട്ടാണ് നമ്മൾ വേരിയേറ്റർ റോളേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ഇതാണ് പുതിയ റോളേഴ്സ്. നേരത്തെ പൊളിഞ്ഞ റോളേഴ്സ് നിങ്ങൾ കണ്ടായിരുന്നല്ലോ. അപ്പോൾ നമുക്കിനി ഈ റോളേഴ്സ് ഇതിൽ സെറ്റ് ചെയ്യാം. സോ ഇത് വർക്കിംഗ് എങ്ങനെയെന്ന് പറഞ്ഞാൽ, നമ്മളെ എൻജിൻ കറങ്ങുമ്പോൾ ഈ വേരിയേറ്ററിൻ്റെ റോളർ മുകളിൽ കയറി വരും. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൊണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. അപ്പോൾ ഈ പ്ലേറ്റിൻ്റെ ഇവിടെ ബെൽറ്റ് ഇരിക്കുന്നത്. അപ്പോൾ വണ്ടി കറങ്ങുന്നതിനനുസരിച്ച്, എൻജിൻ സ്പീഡ് അനുസരിച്ച് ഈ വേരിയേറ്റേഴ്സ് മുകളിലോട്ട് കയറി ഈ പ്ലേറ്റിനെ വെളിയിലോട്ട് തള്ളും. അപ്പോൾ ഇതിൽ കിടക്കുന്ന ബെൽറ്റ് പതുക്കെ സ്ലൈഡ് ചെയ്ത് മുകളിൽ കയറി ഇവിടെ എത്തുമ്പോഴാണ് നിങ്ങൾക്ക് ടോപ്പ് സ്പീഡ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ബെൽറ്റ് മുകളിലെത്തുമ്പം സ്പീഡ് കൂടും. സോ ഇങ്ങനെയാണ് വേരിയേറ്ററിൻ്റെ വർക്കിംഗ്. ഇതിലെല്ലാവരും ഈ വേരിയേറ്റർ ബോൾസിൽ ഗ്രീസൊക്കെ ഇടാറുണ്ട്, ഗ്രീസ്, ഓയിൽ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഈ ബെൽറ്റിന് തേയ്മാനം വരുമ്പോഴും ഈ കവറിൽ ബ്രീത്തിങ് ഹോള് വഴിയും പൊടി കയറി ഇതിലിപ്പോൾ ഗ്രീസ് ഇടുവാണെങ്കിൽ അതിൻ്റെ അകത്ത് പറ്റി പിടിച്ചിട്ട് ഈ വേരിയേറ്റർ ബോൾസ് ഈസി ആയിട്ട് സ്ലൈഡ് ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ട് ഗ്രീസും കാര്യങ്ങളൊന്നും ഇടേണ്ട കാര്യമില്ല.
ഇനി നമുക്ക് വി ബുഷ് സെറ്റ് ചെയ്യാം. ഈ കാണുന്നതാണ് വി ബുഷ്. ഈ വി ബുഷ് ഈ പ്ലേറ്റിൽ ലൂസ് ആവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് മാറണം. ഈ പ്ലേറ്റിലെ പഴയ വി ബുഷ് ലൂസായിരുന്നു, ഇളകി വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ അത് മാറേണ്ടതാണ്. അപ്പോൾ ഞാൻ പുതിയത് മേടിച്ച് സെറ്റ് ചെയ്തു. കണ്ടല്ലോ, സ്ട്രോങ് ആയിട്ട് ഇരിപ്പുണ്ട്. സോ ഇനി ഈ വി ബുഷും ഈ പ്ലേറ്റും കൂടെ വേരിയേറ്ററിൻ്റെ കവറിൽ ഇങ്ങനെ പ്ലേസ് ചെയ്യുക. നമ്മളിതിൽ യൂസ് ചെയ്യാൻ പോകുന്ന കോളർ ബുഷും പുതിയതാണ്. അതിൻ്റെ വില വന്നിട്ട് 100 രൂപയാണ്. കാരണം നിങ്ങൾ നേരത്തെ കണ്ടല്ലോ, ആ കോളർ ബ്രഷ് നമ്മൾ കറക്റ്റായിട്ട് മാറിയില്ലെങ്കിൽ എന്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ ആ വണ്ടിയിൽ ഈ വേരിയേറ്റർ കിടന്ന ഒരു വൈബ്രേഷൻ ഉണ്ടാകും. ആ വൈബ്രേഷൻ വന്നുകൊണ്ടിരിക്കും. അത് സെറ്റായി. ഇങ്ങനെ നമ്മൾ വേരിയേറ്റർ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ക്ലച്ച് സെറ്റ് ചെയ്യണം. ക്ലച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം ബെൽറ്റ് എടുക്കുക. പുതിയ ബെൽറ്റല്ലേ നമ്മൾ മേടിച്ചത്. ബെൽറ്റ് എടുത്തിട്ട് ആദ്യം ഈ ക്ലച്ചിലോട്ട് ഫിക്സ് ചെയ്യുക. ഇങ്ങനെ പതുക്കെ ക്ലച്ചിൽ സ്ലൈഡ് ചെയ്ത് കയറ്റിയാൽ ക്ലച്ചിൽ വെച്ചിട്ട് ഇങ്ങനെ ക്ലച്ചിൽ ഫിറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഈ വേരിയേറ്ററിൻ്റെ അതിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് അത് പ്ലേസ് ചെയ്യേണ്ടത്. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ വേരിയേറ്ററിൻ്റെ പ്ലേറ്റ് നല്ലവണ്ണം തുടച്ചിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫൈനലി നമുക്ക് ക്ലച്ച് ഹബ്ബ് ഇൻസ്റ്റാൾ ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് ഈ വേരിയേറ്ററിൽ നമ്മുടെ കിക്കറിൻ്റെ റാച്ചറ്റിൻ്റെ വാഷർ വരും, പിന്നെ ഒരു വാഷർ വരും, എന്നിട്ട് നട്ടും വരും. ഓക്കെ, ഇതിൽ വാഷറില്ല, ജസ്റ്റ് ഒരു നട്ട് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ബെൻഡെക്സ് വയ്ക്കുന്നതിന് മുമ്പേ ബെൻഡെക്സിൻ്റെ ഇതിൽ കുറച്ച് ഗ്രീസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബെൻഡെക്സ് പതുക്കെ അതിലോട്ട് പുഷ് ചെയ്ത് കൊടുത്താൽ മതി. ബെൻഡെക്സിൻ്റെ കവർ വയ്ക്കാൻ മറക്കല്ലേ. ഇനി നമുക്ക് ഈ 2 നട്ടും പഴയതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. സോ ഗൈസ്, നമ്മുടെ വേരിയേറ്ററും ക്ലച്ചും എല്ലാം തിരിച്ച് അസംബിൾ ചെയ്തായിരുന്നു. ഇനി കവറും ഇട്ട് നമുക്ക് ബാക്കിയെല്ലാം ഫിറ്റ് ചെയ്ത് സ്റ്റാർട്ടാക്കാം. ഓക്കെ, നമ്മൾ കിക്കർ റാച്ചറ്റും ഈ ഏരിയ എല്ലാം ക്ലീൻ ചെയ്തായിരുന്നു. അത് വേറൊരു സെപ്പറേറ്റ് വീഡിയോ കണ്ടൻറ്റാണ്, അത് വരും. ഓക്കെ, സോ ഗൈസ്, അങ്ങനെ നമ്മളെ വേരിയേറ്ററിൻ്റെയും ക്ലച്ചിൻ്റെയും ബാക്കി എല്ലാ പണിയും എഞ്ചിൻ സൈഡിലുള്ള കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഡു ഷെയർ ദിസ് വീഡിയോ ഗൈസ്. So this is Mithun saying ciao. See you guys in some other video. Bye bye.